അപ്പൊ ഇത് കണ്ടോ, നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു ചിക്കൻ ഡ്രൈ ഫ്രൈ ഉണ്ടാക്കിയെടുത്തത്. നല്ല എളുപ്പല്ലേ? ഇത് ഞാനിപ്പോ ജോലി കഴിഞ്ഞ് വന്ന് അരമണിക്കൂർ കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ചിക്കൻ ഡ്രൈ ഫ്രൈ ആണ്. ഇതെങ്ങനെയാ ഉണ്ടാക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിന് നേരെ അടുക്കളയിൽ ഇങ്ങനെ നിന്ന് സമയം ചെലവഴിക്കേണ്ട ആവശ്യമില്ല. ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു റെസിപ്പിയാണിത്. ഇങ്ങനെയൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇങ്ങനെയൊക്കെ ഉള്ള ഈസി റെസിപ്പി ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുക്കളയിൽ അധികം സമയം ചെലവഴിക്കേണ്ടി വരില്ല. നമുക്ക് പല കാര്യങ്ങളും നമ്മുടേതായ കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് ഒത്തിരി സമയം കിട്ടും. അപ്പൊ ഈസി ആയിട്ടുള്ള റെസിപ്പികൾ നിങ്ങൾ പരീക്ഷിക്കുക. ഇത് കണ്ടോ, ഇതാണ് ഞാനിപ്പോ ചിക്കൻ ഷാലോ ഫ്രൈ ചെയ്തെടുത്ത് മാറ്റിയത്. ഇത് സോഫ്റ്റ് ആയിട്ട് കുക്കായിട്ട് വന്നിട്ട് ഈസി പീസി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ എണ്ണയിലൊന്നും മുക്കി പൊരിക്കാതെ. ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈ ചിക്കൻ്റെ 1 കിലോ ചിക്കൻ ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തെടുത്തത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കുറച്ച് നാരങ്ങ നീരും അല്ലെങ്കിൽ വിനീഗർ ആയാലും മതി പെരട്ടി മാരിനേറ്റ് ചെയ്ത് ഞാൻ രാവിലെ വെച്ചതാണ്. അത് കഴിഞ്ഞ് ഞാനിപ്പോൾ വൈകിട്ട് ജോലി കഴിഞ്ഞ് വന്നപ്പോഴാണ് ഇതുണ്ടാക്കാൻ പോകുന്നത്. പെട്ടെന്ന് തന്നെ റെഡിയാക്കാവുന്ന ഒരു ചിക്കനാണ്. കുറച്ച് ഡ്രൈ ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്, ചിക്കൻ ഡ്രൈ ഫ്രൈ. അതിന് വേണ്ടി ഞാൻ കുറച്ച് ചുമന്നുള്ളി എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തു. പിന്നെ കുറച്ച് വെളുത്തുള്ളി, അതുപോലെ തന്നെ കുറച്ച് ഇഞ്ചി, എല്ലാം നൈസായിട്ട് നീളത്തിലാണ് കട്ട് ചെയ്തത്. പിന്നെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില. പിന്നെ ഇതിനായിട്ട് വേണ്ടത് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ക്രഷ്ഡ് ചില്ലിയാണ്. പിന്നെ അവസാനം കുറച്ച് ഗരം മസാല കൂടി ഇട്ട് കൊടുക്കും. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ ഇത് വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. നോൺ സ്റ്റിക്കിന്റെ ഒരു പാത്രത്തിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഉണ്ടാക്കിയാലാണ് ഇത് ശരിയാവുള്ളൂ. അപ്പൊ ഞാൻ ഈ പാത്രം അടുപ്പത്ത് വെച്ചിട്ട് തീ ഓൺ ചെയ്യുവാണ്. ഇഷ്ടമെങ്കിൽ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇത് എണ്ണയിൽ മുക്കി വറക്കുന്ന ചിക്കൻ ഫ്രൈ അല്ല. ഇത് ഞാൻ നോൺ സ്റ്റിക്കിന്റെ പാത്രത്തില് ചെറുതായിട്ട് ഫ്രൈ ചെയ്ത് തീ കുറച്ചിട്ട് ഡ്രൈ ആക്കി എടുക്കുന്ന ഒരു ചിക്കൻ ഫ്രൈ ആണ്. നോൺ സ്റ്റിക്കിന്റെ ഒരു പാത്രമാണ് ഞാൻ അടുപ്പത്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ നോൺ സ്റ്റിക്ക് പാത്രത്തിലാണെങ്കിൽ കുറച്ച് ഈസി ആയിരിക്കും ഇത് ഉണ്ടാക്കാനായിട്ട്. അപ്പൊ അതിൽ ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഞാൻ ഏകദേശം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ച് ഇത് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മൾ ചിക്കൻ ഇട്ട് ഒന്ന് ചെറുതായിട്ട് വറുത്ത് കോരുവാണ് ചെയ്യുന്നത്. അപ്പൊ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഞാൻ ചിക്കൻ ഓരോ പീസ് ഇതിലേക്ക് ഇടാൻ പോവുകയാണ്. അപ്പൊ ചിക്കൻ ഇങ്ങനെ ഇട്ടിട്ട് കുറച്ച് കഴിയുമ്പോൾ മറിച്ചിട്ടിട്ട് അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. മറിച്ചിട്ട് അത് നമ്മൾ കോരിയെടുക്കുന്നു. ഇപ്പം ഇത് പകുതി ചിക്കനാണ് ഞാൻ ഇട്ടത്. ഇനി ബാക്കി ചിക്കനും കൂടെ ഇടാനുണ്ട്. അത് 2 ബാച്ചായിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഫ്രൈ ചെയ്ത് കോരിയെടുത്തിട്ട് ആ എണ്ണയിൽ തന്നെയാണ് നമ്മൾ ഉള്ളിയെല്ലാം വഴറ്റിയെടുക്കുന്നത്. ചിക്കൻ്റെ ഒരു സൈഡ് ആയിട്ടുണ്ട്. ഞാനിത് മറിച്ചിടാൻ പോവുക. ഇത് മറിച്ചിട്ട് ആ സൈഡും കൂടെ ചെറുതായിട്ട് ഒന്ന് ഫ്രൈ ആയി കഴിയുമ്പോൾ നമ്മളിത് കോരി മാറ്റുന്നു. അത് കഴിഞ്ഞ് അടുത്ത ബാച്ചും കൂടെ ഇടുവാണ്. അപ്പോൾ ഈ ചിക്കൻ ആയിട്ടുണ്ട്. ഞാനിത് കോരി എടുക്കുവാണ്. തീയൊക്കെ കുറച്ചിട്ടിട്ട് ഇതിങ്ങനെ കോരി ഈ പാത്രത്തിലേക്ക് മാറ്റുവാണ്. ഈ ബാക്കി ചിക്കനും കൂടെ ഇതിൽ തന്നെ വറുത്തെടുക്കാം. അപ്പൊ നമ്മുടെ ചിക്കൻ ഞാൻ ഫുൾ ഷാലോ ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി. ഇത് കണ്ടോ, ഇതാണ് ഞാനിപ്പോ ചിക്കൻ ഷാലോ ഫ്രൈ ചെയ്തെടുത്ത് മാറ്റിയത്. ഇത് സോഫ്റ്റ് ആയിട്ട് കുക്കായിട്ട് വന്നിട്ടുള്ളത്. ഒത്തിരി തീയൊന്നും കൂട്ടിയിടരുത്. അത് കഴിഞ്ഞൊന്ന് മറിച്ചിട്ട് ഇങ്ങനെ കോരി എടുക്കുക ചെയ്തത്. ഇനി ഞാൻ ഈ ഓയിലിൽ തന്നെ, ഈ വെളിച്ചെണ്ണയിൽ തന്നെ നമ്മുടെ കുഞ്ഞുള്ളിയും ജിഞ്ചറും ഗാർലിക്കും പച്ചമുളകും ക്രഷ്ഡ് ചില്ലിയും എല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് ചിക്കനും കൂടെ ഇട്ട് അത് വരട്ടി എടുക്കുക ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഈ ഓയിലിലേക്ക് ഈ ഉള്ളിയൊക്കെ ഇടട്ടെ. ചുവന്നുള്ളി, ജിഞ്ചർ, ഗാർലിക്, പച്ചമുളക്, കറിവേപ്പില
ഇത്രയും സാധനങ്ങൾ ഇടുവാണ്. ഇനി നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ ചിക്കൻ എടുക്കുക. ഒത്തിരി മസാലയൊന്നും ഉള്ള ചിക്കൻ അല്ല ഇത്. ഇതിങ്ങനെ ഡ്രൈ ആയിട്ടാണ് ഇത് എടുത്തു മാറ്റുന്നത്. ഇതിന് കുറച്ച് ക്രഷ്ഡ് ചില്ലിയും കൂടെ ഇട്ട് കൊടുക്കണം. പിന്നെ കുറച്ച് കുരുമുളക് പൊടി. ഇത്രയാണ് അതിന് സ്പൈസസ് ഉള്ളൂ. ഇതൊന്ന് തീ കുറച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മൾ വഴറ്റിയെടുക്കണം. അതിന് ശേഷമാണ് ചിക്കൻ ഇട്ട് കൊടുക്കുന്നത്. ഇപ്പൊ നമ്മുടെ കുഞ്ഞുള്ളിയും ഗാർലിക്കും ജിഞ്ചറും എല്ലാം ഇവിടെ കിടന്ന് നന്നായിട്ട് വഴണ്ടോണ്ടിരിക്കുകയാണ്. ഇതൊരു ലൈറ്റ് ബ്രൗൺ ആയി കഴിയുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം നമ്മുടെ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് ഗരം മസാലയും കൂടെ ഇട്ട് കൊടുക്കണം. അത് കഴിഞ്ഞ് ചെറിയ തീയിൽ ഇങ്ങനെ വരട്ടി ഡ്രൈ ആക്കി ഓഫ് ചെയ്ത് നമുക്ക് സെർവ് ചെയ്യാം. ഈ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി ഇട്ട് കൊടുക്കുവാണ്. അത് കഴിഞ്ഞ് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ചിക്കൻ ഇടാം. ഇത് ലൈറ്റ് ബ്രൗൺ ആയിക്കൊണ്ടിരിക്കുവാണിത്. ഇനി ചിക്കൻ ഇടാറായിട്ടുണ്ട്. ഈ പരുവായപ്പോൾ ഇനി ചിക്കൻ ഇടുവാണ്. ഇനി ചിക്കൻ ഇട്ടിട്ട് ഇതിൻ്റെ കൂടെ ഇത് ചെറുതായിട്ടിട്ട് ഒന്നുകൂടെ ഡ്രൈ ആക്കി എടുക്കുവാണ്. അപ്പോൾ ഉള്ളിയും എല്ലാം നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നോളും. ചിക്കൻ ഇടട്ടെ. നമ്മുടെ ചിക്കൻ ഇനി കുറച്ചിടണം. അത് കഴിഞ്ഞ് ഇളക്കി ഡ്രൈ ആക്കി എടുക്കുക ചെയ്യുന്നത്. ഈസി പീസി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ എണ്ണയിലൊന്നും മുക്കി പൊരിക്കാതെ ഷാലോ ഫ്രൈ ചെയ്ത് ഡ്രൈ ആയിട്ട് എടുത്ത ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ആ ചുവന്നുള്ളിയും നമ്മൾ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇട്ടിട്ടുണ്ട്, സവാള ഇട്ടിട്ടില്ല. അപ്പോൾ ചുവന്നുള്ളി ഇട്ടതുകൊണ്ട് നല്ല പ്രത്യേക ഒരു ടേസ്റ്റ് വരുന്നുണ്ട് ഇതിന്. പിന്നെ ഞാൻ കുരുമുളക് പൊടിയും ക്രഷ്ഡ് ചില്ലിയൊക്കെ ഇട്ടതുകൊണ്ട് ആവശ്യത്തിന് സ്പൈസിയാണ്. പിന്നെ ഗരം മസാല ഇട്ടിട്ടുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും വെരി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഡ്രൈ ഫ്രൈ ആണിത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ചിക്കൻ ഡ്രൈ ഫ്രൈ ആണിത്. ഞാൻ ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റട്ടെ. നിങ്ങൾക്ക് ഇഷ്ടമായോ ഈ ചിക്കൻ ഡ്രൈ ഫ്രൈ? ഇഷ്ടമെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവരും ഒരു ലൈക്കൊക്കെ അടിച്ചാൽ എനിക്ക് ഒത്തിരി സന്തോഷമാവും. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഇൻ അനദർ വീഡിയോ. ബൈ.